അപ്പൊ ഇബ്നു ഹജർ തങ്ങളെ മോശാക്കണം, അതിനാണ് ഒരാരോപണവും അസ്കലാനി ഇമാമിന് വന്നിട്ടില്ല. പിന്നെ ആരോപണം വന്നത് ആർക്കാ? ഇബ്നു ഹജറുൽ ഹൈതമിക്ക്. നമ്മൾ ചോദിച്ചു, ഏതെങ്കിലും ഒരു സുന്നി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ എതിർത്തിട്ടുണ്ടോ? നമ്മക്ക് മറുപടി പറയുന്ന പ്രസംഗത്തിൽ ഇയാൾ അറിയാതെ പറഞ്ഞുപോയി, ഒറ്റ സുന്നി പണ്ഡിതനും ഇബ്നു ഹജറുൽ ഹൈതമിയെ എതിർത്തിട്ടില്ല. ഭംഗിയായില്ലേ കാര്യം? അയാൾ പറഞ്ഞോട്ടെ. എല്ലാ ഇമാമിയങ്ങളും മഹാനവറുകളെ അംഗീകരിച്ചു. എല്ലാവരും മഹാനവറുകളിൽ വിശ്വാസമർപ്പിച്ചു. ഒരു പണ്ഡിതൻ പോലും മഹാനവറുകൾക്കെതിരെ അക്കാലഘട്ടത്തിലോ ശേഷമോ വിവരമുള്ളവർ സംസാരിച്ചിട്ടില്ല. ഒരിക്കലും സംസാരിക്കുകയുമില്ല. വിവരമുള്ള ആരും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്കെതിരിൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ പറഞ്ഞതോ, അസ്കലാനി ഇമാമിന്റെ പേരിൽ ഒരു ആരോപണമില്ല, ഇബ്നു ഹജർ തങ്ങളെ പേരിൽ ആരോപണമുണ്ട്. ആരോപണം ഉന്നയിച്ചവരാരാകും? വിവരമില്ലാത്തവരാകും. അവരാരാണ്? വഹാബികളാണ്, അവർ മുബ്തദീകളാണ്. ആ മുബ്തദീകളുടെ ആരോപണം എന്തിനാണ് പേരോട് മൗലവി ഇവിടെ എടുത്തുകൊണ്ട് വന്നത്? അതാ ഞങ്ങൾ ചോദിച്ചേ, എന്തിനു വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നു? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്തിക്കാൻ. അത് വരുത്തണമെങ്കിൽ ഇബ്നു ഹജറുൽ ഹൈതമി സംശയത്തിന്റെ നിഴലിലാകണം. ഇത് കണ്ടെത്താൻ കുതന്ത്രണ്ടല്ലോ, ഒന്നും നടക്കൂല. ആരാ എതിർത്ത്? അതും അയാൾ പറയണ്ടേ, എതിർത്തത് ആലൂസിയാണ്. ആലൂസിയാണ് സിറാജുൽ ഹുദന്റെ പ്രസിഡന്റാ. വായിച്ചു കൊടുക്കാം, അങ്ങോട്ട് വായിക്കണ്ടേ? മഹാനവറുകൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷപാതിത്വപരമായിട്ടാണെന്ന് നുഅ്മാനുൽ ആലൂസി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞു. ആ നുഅ്മാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു. ആ നുഅ്മാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു. എന്തിനു പറഞ്ഞു? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്താൻ. അതിനായി പണിയൊക്കെ എടുത്ത് ഇതിന് മൂപ്പര് ആലൂസിക്കെതിരെ സംസാരിച്ചാണ് അത്രേ. ഈ ആലൂസി അറിഞ്ഞ ആളാരാ? സലഫി പണ്ഡിതനാ. അയാളാണ് ആർക്കെതിരെ കിതാബ് എഴുതിയത്? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്കെതിരിൽ. അതാണ് പേരോട് എടുത്തു പറഞ്ഞത്. അസ്കലാനി ഇമാമിന് അങ്ങനെ ആരോപണമല്ല, ഹൈതമി തങ്ങൾക്കെതിരെ ആരോപണമുണ്ട്. ആരോപിച്ച ആളാരാ? ആലൂസിയാണ്, ഷൗക്കാനിയാണ്, വഹാബികളാണ്. ഈ ആരോപണം ഇയാൾ എടുത്തു പറയുന്നത് എന്തിനാ? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്താൻ. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്തിയിട്ട് ഇയാൾക്ക് എന്താ കിട്ടാനുള്ളത്? ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ, അയാളെ പിൻപറ്റാൻ. അപ്പൊ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇബ്നു തൈമിയ, ആലൂസി, ഇബ്നുൽ ഖയ്യിം അങ്ങനെ പോന്നാൽ പിന്നെ എത്താൻ സാധ്യതയുള്ള പേരാണ് ഏത്? പേരോട് മൗലവി. ഇൽമിലും അതിലൊന്നും അങ്ങോട്ട് തട്ടിക്കൊന്നും വേണ്ട, അത് ഒന്നുമില്ല. ഓലിൻ ജാഹിലുൻ, വേറൊരു സംഭവമില്ല. മറ്റേ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നർത്ഥം വെച്ച ടീമാണ്. കിതാബ് നോക്കണ്ടെന്നുള്ളത് ആര്? ഇങ്ങനത്തെ ആളുകൾ. അതാ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, അന്യ സ്ത്രീകളെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം എന്നർത്ഥം വെക്കും പോലെ. അതാണ് ഇപ്പോൾ വലിയ ഇൽമ്. അപ്പം എന്തായി? ഇബ്നു ഹജർ തങ്ങളെ ആലൂസി പോലെയുള്ള എതിർത്തപ്പോൾ ആലൂസിക്ക് മറുപടിയല്ല നിങ്ങൾ പറഞ്ഞേ, ആലൂസിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. എന്തിന്? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്തിക്കാൻ. അതാണ്. ഇനി അവിടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇബ്നു ഹജർ ഹൈതമി പക്ഷപാതിയാണെന്ന് ആരാ പറഞ്ഞതെന്ന് ഒന്നുകൂടി വ്യക്താക്കട്ടെ. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഒരു പ്രസംഗം കേട്ടു. അവൻ ഇബ്നു ഹജറുൽ ഹൈതമി സുന്നിയല്ല എന്നാ പറയുന്നത്, ഇബ്നു ഹജറുൽ ഹൈതമി പക്ഷപാതിയാണെന്നാണ് പറയുന്നത്. ഏത് തോന്നിവാസവും നാവ് കൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ശർറിൽ നിന്ന് മനസ്സിലായില്ല. അയാളിങ്ങനെ വരുമ്പോ ഒരു പ്രസംഗം കേട്ടു. അങ്ങനെ അയാൾ കേൾക്കല് ഒരു ചെറുപ്പക്കാരന്റെ പ്രസംഗമാണ്.
ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നു ഇബ്നു ഹജർ തങ്ങൾ പക്ഷപാതിയാണ്, സുന്നിയല്ല എന്ന് പറയുന്നു. സംഗതി എന്താണെന്നറിയോ? ഇയാൾ എന്നെ പ്രസംഗം കേട്ടുപോയതാ. ചെറുപ്പക്കാരനാന്നാ വിചാരം. താടി മൊത്തം വെള്ളമായത് കണ്ടിട്ടില്ല. അതാണ് അൻവരി ഉസ്താദ് പറഞ്ഞു പേരോട്ടെ. അതാണ് അത് മാറ്റിമറിച്ചല്ലോ. പേരോട് എന്ന് പറയുന്ന ആളെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സാധാരണക്കാരൻ. മോൻ നന്നാകട്ടെ എന്ന് എഴുതി കൊണ്ടാക്കിയതാണ്. ഒന്നുകിൽ അബൂജാഹിലാവും അല്ലെങ്കിൽ എന്ത് പറഞ്ഞല്ലോ എന്നപോലെ ആക്കിയതാവും. വാപ്പനാരും പറയില്ല, അതിൻ്റെ ആവശ്യമില്ല, ആൾ നല്ലൊരു മനുഷ്യനാണ്. പേരോട്ടത്തെന്താന്നുള്ളതും മലയാളം പോലും അറിയാത്ത കുറേ ചങ്ങായിമാരുണ്ട്. ഇപ്പം അയാൾ ഏതൊരു ഒരു ചെറുപ്പക്കാരൻ്റെ പ്രസംഗം കേട്ടു എന്നാണ്. ചിലപ്പോൾ അയാളെ നോക്കിയപ്പോൾ താടി കറുത്തതായി തോന്നുന്നുണ്ടാവും. അല്ലാതെ ഇബ്നു ഹജർ തങ്ങൾ സുന്നിയല്ല എന്ന് ഇവിടെ ആരോ പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പക്ഷപാതിയാന്ന് ആരാ പറഞ്ഞ്? അയാളെന്നെ പറഞ്ഞ്. അയാൾ പറഞ്ഞത് അയാൾ കേട്ടതാ. അപ്പൊ നമ്മൾ അതിനെതിരെ രംഗത്തിറങ്ങി. ഒരു രക്ഷയില്ല അയാൾക്ക്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയെ കുറിച്ച് നമ്മളൊരു പ്രസംഗം തന്നെ നടത്തി.